കോഴിക്കോട് ഇലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെതിരെ നിയമ നടപടി ആലോചിക്കുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. പ്രത്യേക കൌൺസിൽ ചേർന്ന് ഇക്കാര്യം തീരുമാനിക്കും. വിഷയം ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. എലത്തൂരിലെ ഇന്ധന ചോർച്ച ഗുരുതരമായ ഒരു സംഭവമാണ്. വലിയൊരു ആപത്താണ് ഒഴിവായതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞത്. എന്താണ് കോഴിക്കോട് കോർപ്പറേഷന് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത്? മേയർ ബീന ഫിലിപ്പ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ടീച്ചറെ ഇതിൽ കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നത്? കോർപ്പറേഷനെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഞങ്ങളുടേതായ നിയമം അനുസരിച്ചിട്ട് അവരോട് എന്ത് പറയാൻ പറ്റും? ഈ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് വേഗത്തിൽ റെക്ടിഫൈ ചെയ്യണമെന്നേ പറയാൻ സാധിക്കൂ. അത് കളക്ടറും അതുപോലെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അതിൻ്റെ നിയമപരിധിക്കുള്ളിൽ കൂടി വരുന്നതായതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എടുക്കാൻ കഴിയുക. പിന്നെ മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പൊതുജന താല്പര്യ ഹർജിക്ക് കോർപ്പറേഷൻ ജനങ്ങളോട് പറയാൻ കഴിയും. ആ ഭാഗത്തെ ജനങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. കോർപ്പറേഷനിൽ പ്രമേയം വരികയാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൗൺസിലർമാർക്ക് ചർച്ചയ്ക്കിടയിൽ അവരെന്താണ് പറയുന്നത് എന്ന രീതിയിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കോടതിയെ സമീപിക്കുമോ എന്നത് നമുക്ക് കൗൺസിലർമാരുമായി ചർച്ച ചെയ്ത ശേഷം വേണം തീരുമാനിക്കും. എന്താ രീതിയിൽ മേയർ ഇപ്പോൾ അവിടെ പോയ സമയത്ത് എന്താണ് അവിടെ കണ്ടത്? ശരിക്കും ജനവാസ മേഖലയാണ്, കോർപ്പറേഷൻ്റെ പരിധിയാണത്, ജനവാസ മേഖലയാണ്. വർഷങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്ലാന്റ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത്. ഏതെങ്കിലും രീതിയിൽ അവർ വീഴ്ച മീൻസ് അവരെ ഭാഗം ക്ലിയർ ചെയ്യാതെയാണോ അവർ പ്രവർത്തിക്കുന്നത്? അവരെ സംബന്ധിച്ചൊരു ജനകീയ സ്വഭാവമില്ല. ആദ്യം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കേട്ടതാണ്. ആദ്യം ഉണ്ടായിരുന്ന ഓഫീസിൽ കുറച്ചുകൂടി എന്തൊക്കെയോ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പിന്നീട് വരുന്ന പലരും നമ്മളുമായിട്ടൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് അവർ വില്ലിങ് അല്ല. ഞങ്ങളവിടെ പോയിരുന്നു, ഞാനൊക്കെ അടക്കം പോയ സമയത്ത് അവർ നമ്മളെ അവരുടെ കമ്പ്യൂട്ടറിനകത്തുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കും എന്ന രീതിയിലാണ് അവരന്ന് വിശദീകരിച്ചത്.